ബിഗ് ബോസ് സീസൺ 7 ഷാനവാസിനുള്ള മെഡിക്കൽ കണ്ടീഷൻ ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഹാവ് എ മേജർ മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ, ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഷാനവാസ് പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഷാനവാസ് പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ അക്ബറിനായിട്ടുള്ള ഫൈറ്റിൽ കൺഫെഷൻ റൂമിനകത്ത് കൊണ്ടുപോയി പുറത്ത് അക്ബറിനായിട്ട് അവിടെ സുസുക്കി കോർണറിൽ വന്നിരുന്ന് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബിഗ് ബോസ് തന്നെ ഷാനവാസ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ആ ഒരു സീൻ നമുക്ക് ഓർമ്മയുള്ളത് തന്നെയാണ്. ബട്ട് ഷാനവാസ് ഇത് മറന്നുപോയി. ഓക്കെ, ബാക്കി എല്ലാവർക്കും അത് ഓർമ്മ കാണുമായിരിക്കും, നമുക്ക് നാട്ടുകാർക്കും ബിഗ് ബോസിനും. ഷാനവാസും കൂടെയുള്ള കണ്ടസ്റ്റൻസുമാണ് ഇത് മറന്നുപോയത്. എസ്പെഷ്യലി ഷാനവാസ് മറക്കാൻ പാടില്ല, കൂടെയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞാൽ ഷാനവാസ് മറക്കാൻ പാടില്ല. അങ്ങനെ നെവിനായിട്ടുള്ള ഒരു സീന് വന്നു. ആ സീനിൻ്റെ മുകളിൽ ഷാനവാസ് കൊളാപ്സ്ഡായി. അവിടുന്ന് ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ കാണുന്നത് ലാലേട്ടൻ എപ്പിസോഡിലാണ്. ഇപ്പോൾ ഷാനവാസ് എയറിലുമാണ്. അപ്പോൾ നമുക്ക് എന്താ വിഷയം നോക്കാം. കുറേ ട്രോളുകൾ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ പേപ്പർ എറിയാൻ വരുന്ന ചെക്കൻ പേപ്പർ എറിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഷാനവാസ് ഞെട്ടണൊരു സാധനം. പിന്നെ നന്ദിനി ഗുഡ് ലൈഫ്, പാലിൻ്റെ സാധനമാണല്ലോ ഇനി ഷാനവാസിന് മേത്തേക്ക് ഇട്ടത്. അപ്പോൾ ഷാനവാസ് നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ ട്രോളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പോരാഞ്ഞിട്ട് കുറേ വേറെ അധികം ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ വായിക്കാം. ശാസ്ത്രലോകത്തിന് അത്ഭുതമായി ഷാനവാസ്. 2 ദിവസം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഭേദമായി ഒരു വ്യക്തി കളിക്കാനെത്തുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യം. ഷാനവാസിനെ കുറിച്ച് പഠിക്കാൻ ലോകാരോഗ്യ സംഘടന നാളെ പുറപ്പെട്ടേക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടു. ദെൻ അനദർ പോസ്റ്റ് ഞാനിവിടെ വായിച്ചു തരാം. വേറെ പോസ്റ്റ്, പാൽ പാക്ക് വന്ന് വീണത് കൊണ്ടാണ് നെഞ്ചുവേദന വന്നത് എന്നാണല്ലോ ഷാനവാസ് ഇക്ക ഇന്നലെ പറയും. ഇന്നലെ രാത്രിത്തെ ക്ലിപ്പ് അതൊക്കെ അവിടെ പ്ലേ ചെയ്യാം. എപ്പിസോഡ് കണ്ടവർക്കും അത് കണ്ടു കാണും. ഇങ്ങനെ ഇത് പറയുന്നത് വരെ വീട്ടിലുള്ള എല്ലാവരും കരുതിയത് പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഉണ്ടായതാണ് എന്നാണ്. ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട്, പാൽ മാത്രമാണോ എറിഞ്ഞത്, അതോ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് സാധനങ്ങൾ കൂടി എറിഞ്ഞില്ലേ എന്ന്. ഇയാൾ അങ്ങനെ കരുതിയോ? നെവിൻ എന്തായാലും കുറേ സാധനം എറിഞ്ഞു, ഒന്ന് കിടന്നേക്കാം എന്ന്. അതുകൊണ്ടാണോ വേറെ സാധനം എറിഞ്ഞില്ലേ എന്ന് ചോദിച്ചത്. ഒരു പാൽ പാക്കറ്റ്, അത് 3/4 ഭാഗവും കാലിയായ ഒരു പാൽ പാക്ക് വീണത് കൊണ്ടാണ് നെഞ്ചുവേദന വന്നത് എന്ന് ആള് അപ്പോൾ ഇന്നലെ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിൽ എന്തേലും സംശയിക്കാനുണ്ടോ? എന്തായാലും ഈ കാര്യത്തിന് ശേഷം നന്ദിനി ഗുഡ് ലൈഫ് പാലിന് നല്ല മാർക്കറ്റാണ്. അവരുടെ പാക്കിംഗ് ക്വാളിറ്റിയൊക്കെ ഇതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി കാണും. നന്ദിനിയുടെ ടെട്രാ പാക്ക് പാൽ പാക്കറ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊമോഷനായി എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായ ട്രോളുകളും പിന്നെ കുറച്ച് കോമെൻറ്റുകൾ ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, മറ്റൊന്നുകൂടി വയ്യാത്ത ആൾ തിരിച്ചു വന്നു, മുന്നത്തേതും സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരു ഡ്രാമയായിരുന്നു. പിന്നെ മറ്റൊന്ന്, പകുതിയിൽ കൂടുതൽ പോയ പാലിൻ കവർ കൊണ്ടപ്പോൾ അറ്റാക്ക് വന്നയാൾക്ക് എങ്ങനെ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും? പാലിൻ്റെ കവറിൻ്റെ കൂടെ മറ്റെന്തോ ഉണ്ടായിരുന്നു എന്നൊരു കള്ളം കൂടി പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. എല്ലാം ഷാനവാസിൻ്റെ ഒരു ഷോ, ജനങ്ങൾ വിഡ്ഢികൾ. ഇൻ ജസ്റ്റ് 2 words he came back full of energy 2 days. What kind of medicine did they give him? He used to avoid any physical attacks, pretending to be sick, just sitting around and fooling people. Now he's coming back completely changed. This drama king എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് കോമൻറ്റ്സ് ഇടുന്നത്. ഞാൻ ആളുകളെ ഒരിക്കലും ഇതിൽ തെറ്റ് പറയില്ല. ഓക്കെ, ഒരു സൈഡിൽ ഡെഫിനറ്റ്ലി ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് കെയർഫുള്ളായി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഷാനവാസ് കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടു എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്തത് ഓക്കെ നെവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നെവിനെ ടാർഗറ്റ് ചെയ്ത് വേണമെങ്കിൽ 1-2 സാധനങ്ങൾ ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ആളുകൾ ഇങ്ങനെ ഒരു PR ആംഗിൾ എന്നൊരു സാധനം വരും. ഇതൊരു PR ആംഗിളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ജെനുവിനായിട്ട് ആളുകൾക്ക് തോന്നിയ സംശയങ്ങളാണ് മോസ്റ്റ്ലി കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനൊരു PR അറ്റാക്ക് എന്നുള്ളതിലുപരി ആളുകൾക്ക് ഒരു ജെനുവിൻ ക്യൂരിയോസിറ്റി ഉണ്ട് എന്താ സംഗതി എന്ന് പറയാം. മനസ്സിലായോ? ഷാനവാസിൻ്റെ കേസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഞാൻ ഷാനവാസ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, അവിടെ ആ ബീൻ ബാഗിന് മുകളിലിരുന്ന ആദില, നൂറ, അനുമോള്, സാവുമാൻ ഉള്ളപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. മിൽക്കിന്റെ സാധനം മാത്രമാണോ അറിഞ്ഞത്?
അത് കയ്യിൽ എന്തൊക്കെ 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ തൈരിന്റെ ഉണ്ടായിരുന്നു, പിന്നെ മസാലയുടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, പാല് മാത്രമാണ് എറിഞ്ഞ്. ഷാനോസ്ക ഞാൻ കണ്ട് വെറുതെ ആ പാലിന്റെ അത് നിങ്ങൾ മുഖത്തെടുത്ത് ഒഴിച്ച് എന്നിട്ട് അത് അങ്ങനെ നിങ്ങളെ തട്ടി അങ്ങനെ നിന്നില്ല, ഫെദർ ടച്ച് പോലെ ആയിരുന്നു. ഞാൻ കണ്ടു ചെറുതായിട്ടൊന്നും ഇങ്ങനെ അവൻ ഇങ്ങനെ താഴെ ഇട്ടതുപോലെ ആയിരുന്നു. മെയിലി അവൻ നിങ്ങളെ നേരെ ഒഴിച്ച് പാലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ 2 പാക്കറ്റ് തട്ടിയല്ലോ. അല്ല അത് നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് ഒരു പിന്നെ പാല് വീണോണ്ടാണോ ഞാൻ എന്തായത്? ഞാൻ വിചാരിച്ച ഷോക്ക് വന്നതിന്റെ ആണെന്ന്. പാല് വീണ എങ്ങനെയാണ് അങ്ങനെ ഷിവറാവുന്ന ഒരു മനുഷ്യൻ? വീഡിയോയിൽ അങ്ങനെ ഒരു പാല് മൊത്തൊഴിക്കുന്ന കാര്യങ്ങളുണ്ട്. പാക്കറ്റ് മേത്ത് തൊട്ടിട്ടുണ്ട്. അതിന്റെ വേദന എനിക്ക്. ഓക്കെ, അപ്പൊ ഇതില് ക്ലിയർ കട്ടായിട്ട് ഒരു കാര്യം നമുക്കറിയാം. എന്താണ് ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തന്നത്? ലൈവിൽ കാണിച്ച അതേ ആംഗിളുകൾ തന്നെയാണ് നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിലും കാണിച്ചത്. ഈവൻ ലാലേട്ടൻ്റെ എപ്പിസോഡിലും ഒക്കെ നമുക്ക് ആ ഒരു ആംഗിൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ ക്ലോസപ്പ് ആംഗിൾ ഇല്ല. ശരിക്കും അതിൻ്റെ ക്ലോസപ്പ് ആംഗിൾ കിട്ടാം. എങ്ങനെ അറിയോ? അവർ നിന്ന് അടുക്കളേൻ്റെ സൈഡിൽ നെവിൻ അടുക്കളേനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു, ഷാനവാസ് അടുക്കളയിൽ നിന്ന് നെവിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഇവരുടെ ഷാനവാസിൻ്റെ റൈറ്റ് സൈഡിലും നെവിൻ്റെ ലെഫ്റ്റ് സൈഡിലും ആയിട്ടൊരു ക്യാമറ മുകളിൽ ഇരിക്കുന്നുണ്ട്. അതായത് അക്ബർ ആ പാത്രം കൊണ്ടുപോയി കാണിച്ച ക്യാമറ. ആ ക്യാമറയിൽ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് വിഷ്വൽ കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് എന്താ? പാല് പാക്കറ്റ്, പകുതി തീർന്ന പാല് പാക്കറ്റ് പോയിട്ടാണ് ഷാനവാസിൻ്റെ നെഞ്ചത്ത് തട്ടി എന്ന് നമുക്കൊരു ഫീല് തോന്നിയത്. അത് ഷാനവാസ് ഇപ്പോൾ അത് കൺക്ലൂഡ് ചെയ്തു. യെസ്, ആ പാലും പാക്കറ്റ് തട്ടിയപ്പോഴാണോ എനിക്ക് നെഞ്ചുവേദന വന്നത്, അപ്പോൾ വേറെ ഒന്നും തട്ടിയില്ലേ. സാബുമാൻ അതിനിടയിൽ കൃത്യമായിട്ട് കണ്ടു നിന്നൊരു റഫറി പോലത്തെ ഒരു ആംഗിളാണ് സാബുമാൻ്റെത്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പാക്കറ്റിന് അത്ര ഹെവി ആയിട്ടുള്ള ഒന്നും നമ്മളും കണ്ടിട്ടില്ല, സാബുമാനും കണ്ടിട്ടില്ല. ഈ പാല് പാക്കറ്റ് തട്ടിയതാണെങ്കിൽ ഒരു ഫെദർ ടച്ച് പോലെ തട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം പിന്നെ എന്ത്, പാൽ ഒഴിക്കില്ലേ ചെയ്തതെന്നുള്ളതാണ് സാബുമാൻ്റെ ചോദ്യം. കൃത്യമായിട്ടുള്ള ചോദ്യമാണത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു ഹെവി ഒബ്ജക്റ്റ് ഷാനവാസിൻ്റെ നെഞ്ചത്ത് പോയി തട്ടിയിട്ടാണോ? ഷാനവാസ് പറയുന്ന ഒരു ആംഗിളാണ്, അതായത് ഇത് നെഞ്ചത്ത് തട്ടിയതുകൊണ്ട് നെഞ്ചുവേദന വന്നു എന്നുള്ളൊരു സംഗതിയാണ് ഷാനവാസ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞൊരു ആംഗിളിൽ സാബുമാൻ ചോദിക്കുന്നുണ്ട്, ഒരു പാനിക് അറ്റാക്ക് അല്ലേ, പെട്ടെന്ന് പേടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ച് പോയപ്പോൾ ഉണ്ടായ ഒരു പാനിക് സിറ്റുവേഷനിലല്ലേ നിങ്ങൾ കൊളാപ്സ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാനും അതാണ് പറയുന്നത്. TTF തുടങ്ങിയപ്പോഴും ടാസ്ക് കളിക്കുന്ന സമയത്തൊക്കെ ഷാനവാസിന് ഒരു പക്ഷേ വേദന ഉണ്ടായിട്ടിരിക്കണം. കമൻറ്റ് ബോക്സിലുള്ളവരും അല്ലെങ്കിൽ PR മാനിപ്പുലേഷൻ നടത്തുന്നവരും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതല്ല. ഓക്കെ, ഇതൊരു ഹാർട്ട് അറ്റാക്ക് അല്ല. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അയാളൊന്നും അവിടെ നിൽക്കില്ല, ബിഗ് ബോസ് അയാളെ കൊണ്ടുവരില്ല. പാനിക് സിറ്റുവേഷനിൽ അയാൾക്ക് ബ്രീത്ത് കൂടിയപ്പോൾ അയാൾക്ക് പൾസ് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വന്ന ഫെയിൻറ്റിങ് ആവും അയാൾക്ക്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഹെവിനെസ് തോന്നി, നംനെസ് തോന്നിയിട്ട് അയാൾ വീണതായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി, അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിലുള്ള പോസിബിലിറ്റി ഈ വിഷ്വൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണണം. ഇവിടെ നെവിൻ്റെ അടുത്ത് പോകുന്ന ഷാനവാസിൻ്റെ കാല് സ്ലിപ്പാവുന്നുണ്ട്. റൈറ്റ് ലെഗ് സ്ലിപ്പായിട്ട് ഷാനവാസ് പോകുന്നുണ്ട്. ഈ റൈറ്റ് ലെഗ് പാലിൽ ചവിട്ടി സ്ലിപ്പായി ഷാനവാസ് നിലത്തിരിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ലെഗ് പാലിൻ്റെ ഉള്ളിൽ ചവിട്ടി ഷാനവാസിനായിട്ട് സ്ലിപ്പായിട്ട് അങ്ങോട്ട് കൊളാപ്സ് ചെയ്ത് ഇരുന്നു ഷാനവാസ്. ഈ ഇരുത്തത്തിൽ ഷാനവാസിന് ചിലപ്പോൾ തോന്നിക്കാണും നെവിൻ എന്തോ വന്ന് ഇടിച്ചത് കൊണ്ട് നെഞ്ഞ് വേദനിച്ചു, ഷാനവാസ് പേടിച്ചു പോയി. അപ്പോൾ പാനിക് സിറ്റുവേഷൻ വന്നത് ഇവിടുന്ന് ആയിരിക്കണം. ഇത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. ഞാനിത് 1-2 വട്ടം തന്നെ ആ വിഷ്വൽ ഈ പാല് പോയി തട്ടിയോ, ഇനി ഇവൻ വല്ല കുപ്പി എടുത്തെറിഞ്ഞോ, ഇവൻ അതിൻ്റെ ഉള്ള മറ്റേ പൊടിക്കാൻ കൊടുക്കണ കല്ലെടുത്തെറിഞ്ഞോ, നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് കാണിച്ചു തരാത്ത ആംഗിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയ സമയത്താണ് എനിക്ക് ഈ ഒരു ആംഗിൾ കിട്ടിയത്. ഷാനവാസിൻ്റെ കാല് ഈ നെവിൻ ആദ്യം പാല് എടുത്ത് മേത്തൊഴിച്ചപ്പോഴും ഷാനവാസ് നെവിൻ്റെ കയ്യിൽ നിന്ന് തൈരും പാലും പൊട്ടിച്ചപ്പോഴും നിലത്ത് ഫ്ലോറിൽ പാലും തൈരുമായിട്ട് മിക്സ് ചെയ്ത് പോയിട്ടുണ്ട്. അത് വഴുക്കും. ഷാനവാസിൻ്റെ റൈറ്റ് ലെഗ് അവിടെ വഴുക്കിയിട്ടുണ്ട്. വഴുക്കി പെട്ടെന്ന് വീഴുകയാണ് ഷാനവാസ് താഴെ. അതിൽ ഷാനവാസ് പേടിച്ചു പോയി കാണും, നെഞ്ച് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷാനവാസിൻ്റെ മൈൻഡിൽ ഷാനവാസ് ഇന്നലെ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഷാനവാസിന് ക്ലാരിറ്റി ഇല്ല അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്. മനസ്സിലായി? ഷാനവാസിന് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു ക്ലാരിറ്റി കാണും. എനിക്ക് ബോധമില്ലാത്തപ്പോഴോ ഞാൻ പാനിക്കായ സിറ്റുവേഷനിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ കാണാം. ഞാൻ ആദ്യമേ പേടിച്ചു പോയി, പിന്നെ എന്ത് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ അതാണോ സംഭവിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. കാല് വഴുക്കിയ ഷാനവാസ് നിലത്ത് സ്ലിപ്പായി ഇരുന്നപ്പോൾ പേടിച്ച് നെഞ്ചിന് ഹെവിനെസ് കൂടിയിട്ടുണ്ടാവും. അയ്യോ ഇത് എന്താ, മനസ്സിലായോ? അങ്ങോട്ട് പേടിച്ചു പോയാൾ.
പിന്നെ അയാൾക്ക് അവിടുന്ന് ശ്വാസം കിട്ടിയില്ല, അയാൾക്ക് ആ സിറ്റുവേഷൻ പാനിക്കുള്ളത് എസ്കലേഷനായി. പിന്നെയാണ് അയാൾ വന്നിരുന്ന് ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു, ഇവൻ പാല് പാക്കറ്റ് അല്ലാതെ അവൻ്റെ കയ്യിൽ വേറെ മസാലപ്പൊടിയുടെ കുപ്പി ഉണ്ടായിരുന്നു, അത് വെച്ച് എറിഞ്ഞുകൊണ്ടാണോ എനിക്ക് വന്നത്, എനിക്ക് വേദന വീണപ്പോൾ ഇരുന്നപ്പോൾ റൈറ്റ് ലെഗ് വഴിക്ക് വീണ് ഇരുന്ന സമയത്ത് കൈ കുത്തിക്കാളും, നെഞ്ച് കുത്തിക്കാളും. എനിക്ക് അതിനുള്ളൊരു സിറ്റുവേഷനാണ് ഇതിനകത്ത് തോന്നുന്നത്. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ ഈ വിഷ്വൽ കണ്ടപ്പോഴാണ് ഈ ഒരു സംശയം തോന്നിയത്. ഇപ്പം നിങ്ങൾക്കും ഈ വിഷ്വൽ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ടെൽ മീ. ഞാൻ പറഞ്ഞ ആംഗിൾ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും എന്നോട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു മാസീവ് കാൽക്കുലേറ്റഡ് അറ്റാക്ക് ഒരു സൈഡിൽ ഷാനവാസിനെതിരെ പോകുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മൈറ്റ് ബി ഫ്രം ദിസ് എന്താ പറയുക നെവിൻ ഓർ അക്ബേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറേ PR കളുണ്ട്. കാരണം അവർ ഡ്രാമ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തതാണ് അവരെ. അപ്പോൾ ഡെഫിനറ്റ്ലി അക്ബറിൻ്റെ PR-ഉം അല്ലെങ്കിൽ നെവിൻ്റെ PR-ഒന്നും വെറുതെ ഇരിക്കില്ല. മനസ്സിലായി? ഇതിന് വേറൊരു ഡയമെൻഷൻ അവർ കൊണ്ടുവരും. കാരണം എസ്പെഷ്യലി അക്ബറിന് ഒരു ഭയങ്കരമായിട്ടുള്ള നെഗ് കയറിയൊരു സാധനമാണ്. നെഗ് എന്ന് പറഞ്ഞാൽ നെവിന് പിന്നെ നെഗ് സീനല്ല, അവന് കംപ്ലീറ്റ്ലി അടിമുടി നെഗ്ഗാണ്. പക്ഷെ അക്ബറിൻ്റെ സൈഡിൽ നിന്ന് അക്ബർ PR-കൾ ഇതിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ സാധനം ഫോർവേഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അതായത് ഈ ഡ്രാമ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നിന്ന് ആ ഒരു സാധനം അപ്പം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇവൻ പറയുന്നതും ഷാനവാസി കാണിക്കുന്ന ഷോനവാസ് പരിപാടിയൊന്നും ഡ്രാമയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. ഈവൻ രേവതി, ബിഗ് ബോസ് റിവ്യൂവറായിട്ടുള്ള രേവതി ആ സമയത്ത് ആസ് എ ഡോക്ടർ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ കമൻറ്റ് ബോക്സിലും കുറേ ക്രിറ്റിസിസം ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ആ യൂണിവേഴ്സിൽ എന്തൊക്കെയോ നടന്നു ഞാനതിൽ നോക്കാൻ പോയിട്ടില്ല. അവരുടെ പരിപാടികൾ ഇപ്പോൾ അത് സോർട്ട് ചെയ്ത് തീർത്ത് അവരെന്നെ എല്ലാം സെറ്റിലാക്കി ബാക്ക് ടു ട്രാക്ക് കയറിയിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ആ ടൈമിൽ രേവതിക്ക് ഒരുപാട് ക്രിറ്റിസിസം ആ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ടൈമിൽ രേവതിയുടെ കമൻറ്റ് ബോക്സിനകത്തും എനിക്ക് തോന്നുന്നു ഇതേപോലെ കുറേ പേരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ആംഗിൾ ഞാൻ പറയുന്നത് നിങ്ങളോട്, ഇഫ് ഐ എം റോങ് അത് റോങ് ആയിരിക്കും. ബിക്കോസ് ഷാനവാസാണ് അതിനൊരു കോൾ പറയേണ്ടത്. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഉണ്ടായവർ പുറത്തിറങ്ങി. ഇപ്പോൾ ആരും പുറത്തുണ്ട്, ആരിന് വേണമെങ്കിൽ എന്താണ് ആ സിറ്റുവേഷൻ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ആരിനത് ക്ലോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സിറ്റുവേഷനകത്ത് ആരിനുണ്ടെങ്കിൽ ക്ലോസ് ആയിട്ടോ അല്ലെങ്കിൽ ദൂരത്തോ കണ്ടിട്ടുണ്ടെങ്കിൽ ആരിനത് പറയാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞല്ലോ, PR-കൾക്ക് ഷാനവാസിൻ്റെ ഒരു ഷോനവാസ് ആംഗിൾ അല്ലെങ്കിൽ ഡ്രാമ ആംഗിൾ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ രീതിയിൽ വെക്കുക എന്നുള്ള രീതിയിൽ വെച്ച് തുടങ്ങിയൊരു സാധനം ഷാനവാസിൻ്റെ കയ്യിലിരിപ്പ് കാരണം. ഷാനവാസ് അതിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ളവരോട് ചോദിച്ച് ഇതിനകത്ത് വേറൊരു ആംഗിൾ കൊണ്ടുവരാനുള്ള തത്രപ്പാടിൽ ഷാനവാസ് ഇന്നലെ കാണിച്ച പരിപാടി കാരണം പൊതുജനങ്ങൾ, അതായത് PR ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്ന ജനങ്ങളും കൂടി ഡൗട്ട്ഫുള്ളായി, അല്ലെങ്കിൽ അങ്ങനെ ആവാത്തവരും കൂടി ഡൗട്ട്ഫുള്ളായൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഷാനവാസിന് നെഗ് അടിക്കുന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞതാ. ഈ വർത്താനം ഇങ്ങനെ കൂടിക്കൂടി ഇനി ഈ നെഞ്ചുവേദനയും നെഞ്ചും നെവിനുമായിട്ട് പോയാൽ അയാൾക്കത് പണി കിട്ടുമായിരിക്കും. അത് പണി കിട്ടി. ഇന്നലെ രാത്രി ഇതേപോലെ അതിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. അനുമോളാ പോയി പറഞ്ഞത്, വേണ്ടടി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട അയാൾക്ക്. പിന്നെ എന്താ ആളുകൾക്ക് ഓബിയസ്ലി ഡൗട്ട് തോന്നും. ഇങ്ങനെ PR-കൾ ഒരു സൈഡിൽ ഈ സാധനം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അറ്റാക്ക്, അത് അറ്റാക്ക് അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത്. പക്ഷേ ഈ PR-കൾ അത് ഹാർട്ട് അറ്റാക്ക് ആക്കി. ഓക്കെ, അപ്പോൾ നോക്കുന്ന ആളുകൾക്ക് എന്താ, ഷാനവാസ് തിരിച്ചു വന്നിട്ട് വീണ്ടും അക്ബർ എന്ന് പറഞ്ഞിട്ട് പൂർവാധികം ശക്തിയിൽ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ശരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിവിയർ സാധനമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന ആളെ ശബ്ദിക്കാൻ പോലും ബിഗ് ബോസ് സമ്മതിക്കില്ല, അനങ്ങാൻ സമ്മതിക്കില്ല, റെസ്റ്റ് എടുക്കാനേ പറയുള്ളൂ. സോ ദാറ്റ്സ് എ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് മാത്രം വരുന്നൊരു ഐറ്റം അല്ല, പാനിക് കൊണ്ട് വരുന്ന അറ്റാക്ക്. അതോട് ചിലപ്പോൾ ബ്ലാങ്ക് ആയി പോവുക മനുഷ്യൻ. മനസ്സിലായോ? അത് അയാളുടെ മനസ്സിൽ ട്രിഗർ ആവുന്നത് അയ്യോ നെഞ്ച് പിടിച്ച് വീഴുന്നതാണ്. അത് ആ വീഴ്ച കൊണ്ടായിരിക്കണം ആ ഒരു പേടി വന്നത്. ദാറ്റ്സ് മൈ കോൾ. എന്താണെങ്കിലും ഒരു സൈഡിൽ നിന്ന് PR-ഉം എല്ലാം പണിയും തുടങ്ങി. ജനങ്ങൾ ഇയാൾ അതിനകത്ത് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതും ഈ പറയുന്നതുമായിട്ടുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടും പിന്നെ ഈ 2 ദിവസത്തെ കണക്കൊക്കെ വെച്ചിട്ട് ഇത് ഓഡിറ്റ് ചെയ്തിട്ട് ഇത് ഡ്രാമയാണെന്നുള്ള രീതിക്ക് ജനങ്ങളും ഒരു കൺക്ലൂഷനിലെത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ആംഗിൾ നിങ്ങൾ ചിന്തിക്കുക. കാല് വഴിക്ക് വീണ ഷാനവാസിന് സിറ്റുവേഷനിൽ പേടി തോന്നി പാനിക്കായി ഷിവറിങ് ആയതാണെങ്കിലോ, അതുകൊണ്ടാണ് അയാൾക്ക് ആ സിറ്റുവേഷനിൽ അറിയാത്ത ആര് ഇവൻ എന്താ എറിഞ്ഞ് എങ്ങനെയാണ് വന്നത് എന്താ നെഞ്ചത്ത് കൊണ്ടേന്ന് അയാൾക്ക് അറിയാത്തതാ. അതുകൊണ്ടാണ് അയാൾ ചോദിച്ചു നടക്കുന്നത്. മനസ്സിലായോ? എന്തോ കൊണ്ടു, അത് പാൽ പാക്കറ്റിനെ ആയിരിക്കണം കൊണ്ടത്, പക്ഷെ അത് കൊണ്ടത് കൊണ്ട് എന്നുള്ളൊരു ആംഗിൾ ഇല്ല. അത് കൊണ്ടത് കൊണ്ട് അയാൾ അങ്ങോട്ട് നെഞ്ച് പൊട്ടി അറ്റാക്ക് വന്നു. നോ, പാനിക് അറ്റാക്ക്, പേടി കൊണ്ട് വന്നൊരു പരിപാടി. ഇപ്പം നമ്മളും വീഴാൻ പോകാന്നായിരുന്നു നമ്മൾ പേടിക്കില്ലേ, നമ്മളിപ്പോൾ ഫ്രീസായി പോകും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ വീഴുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീസായി പോകും. ഓക്കെ, സോ അതവനെ ചാൻസ് ചെയ്യാൻ കാണുന്നുള്ളൂ. റെസ്റ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ പറ.